ഫസ്റ്റ് ഹാഫിലെ സ്പേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടവർക്കൊക്കെ അറിയാം. അവർ ഇന്നത്തെ മാച്ച് ജയിക്കുക തോക്കുക എന്നതിൽ ഉപരി അവരൊരു ഗോൾ പോലും സ്കോർ ചെയ്യും എന്ന ആ ഒരു ഫസ്റ്റ് ഹാഫിലെ സ്പേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് തോന്നിയില്ല. അവരുടെ ഇപ്പം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യം മാറ്റി വെച്ചോ, അവരുടെ പ്രസ്സിങ് ഭയങ്കര അഗ്രസീവായിട്ട് ഇവർ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവർ ഓടി നടന്ന്, ഇവരുടെ പ്ലെയേഴ്സ് എല്ലാം ഓടി നടന്ന് മാരക പ്രസ്സിങ്ങാണ്. പക്ഷേ ഈ പ്രസ്സിങ് എഫക്റ്റീവ് ആണോ? അല്ല. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ല ഇവർ പ്രസ് ചെയ്യുന്നത്. ഇവർ ഓടി നടന്ന് മരിച്ചു കടന്ന് ബോളിൻ്റെ പുറകെ 3-4 പേരാണ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ ആ ഒരു എന്നാ പറയുന്നത് ബോൾ ടാർഗറ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസസ് ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. യുണൈറ്റഡിന് ലോങ് ബോൾ കളിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്ത് നമുക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസും സ്പേഴ്സ് നമുക്ക് തന്നു. ആ രീതിയിൽ നമ്മൾ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു. ഗോൾ സ്കോർ ചെയ്ത സമയം നോക്കിയാലും ബോക്സിൻ്റെ ഉള്ളിൽ ഇവരുടെ ഒരു 8-9 പ്ലെയേഴ്സ് ബോക്സിനുള്ളിലുണ്ട്. നമ്മൾ 9 വേഴ്സസ് ഏകദേശം 3-4 പ്ലെയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ പോയി ഗോൾ സ്കോർ ചെയ്തു. ആ രീതിയിൽ സ്പേഴ്സ് ഫസ്റ്റ് ഹാഫിൽ മോശമാണ്. ആകപ്പാടെ അവരുടെ ഫൈനൽ തേർഡിൽ അവരുടെ ടച്ചസിൻ്റെ എണ്ണം നോക്കിയാൽ ആകപ്പാടെ 3 ടച്ചസാണ് ഫൈനൽ തേർഡിലുള്ളത്. ഇപ്പോൾ ഇവരുടെ ഈ ഓവർ അഗ്രഷനും ഓട്ടവും ചാട്ടവും അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഫസ്റ്റ് ഹാഫിൽ നടന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും യുണൈറ്റഡ് കഴിഞ്ഞ 1-2 മത്സരങ്ങൾ, ലിവർപൂളുമായിട്ടുള്ള മത്സരം, അത് കഴിഞ്ഞിട്ട് നോട്ടിംഗ്ഹാമുമായിട്ടുള്ള മത്സരം, അതുപോലെ തന്നെ യുണൈറ്റഡ് ഇവർക്ക് വേണ്ട കോൺഫിഡൻസ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവർ പൊസഷൻ കീപ്പ് ചെയ്തോ, ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തോളാം, ആ ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകുന്നു. ഇവർ ക്രോസസ് വഴി, ഇപ്പം അവർ കൂടുതലും ക്രോസസ് വഴി അറ്റാക്ക് ചെയ്യുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാ പറയുന്നത്, റൊമേറോയും അതുപോലെ തന്നെ പോളിഞ്ഞ, ഇവരുടെയൊക്കെ ചാൻസസ് നമ്മുടെ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ശരിക്കും കുറച്ചുകൂടെ പ്രഡിക്റ്റബിളായി. ക്രോസിനെ ഡിഫെൻഡ് ചെയ്താൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനായി. പക്ഷേ ഇവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ടെല്ല് വരുന്നു, ഓഡോബർട്ട് വരുന്നു, അതുപോലെ തന്നെ ഉഡോഗി വരുന്നു. ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്പേഴ്സ് ഈ ക്രോസിങ് പരിപാടി അല്ലെങ്കിൽ അവർ പ്രഡിക്റ്റബിലിറ്റിയൊക്കെ മാറ്റിയിട്ട് അവർ കുറച്ചുകൂടെ നല്ലതായിട്ട് കമ്പൈൻ ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിലുള്ള അറ്റാക്സും കാര്യങ്ങളും നമ്മുടെ ഫൈനൽ തേർഡിലോട്ട് വരുന്നു. അതുമാത്രമല്ല, നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് കസമീറോ എടുത്ത് നമ്മളങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇത് കൂടുതലും അവരുടെ അറ്റാക്സ് കൂടുതലും എഫക്റ്റീവ് ആകാൻ തുടങ്ങി. കസമീറോയ്ക്ക് പകരം ഉഗാർത്തെ കസമീറോയുടെ ഒരു യങ്ങർ വേർഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ സൈൻ ചെയ്തുകൊണ്ട് വന്നത്. ഒന്നുമല്ല, അവൻ്റെ മുന്നിൽ കൂടാണ്, അവൻ്റെ ഷോൾഡർ ടു ഷോൾഡർ അവനുമായിട്ട് കമ്പീറ്റ് ചെയ്താണ് ആൾക്കാർ ബോൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ്റെ ഈ ടീമിൽ അവൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗെയിമിനെ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. 70ാമത്തെ മിനിറ്റ് വരെ കസമീറോയ്ക്ക് പറ്റത്തുള്ളൂ. കസമീറോ അതിന് മേളിൽ അവൻ്റെ ഏജ് വെച്ചുകൊണ്ട് പ്രീമിയർ ലീഗിൽ 70ാമത്തെ മിനിറ്റിന് മേളിൽ ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന ഈ ഒരു ലീഗിൽ അവന് കളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 70ാമത്തെ മിനിറ്റ് വരെ കസമീറോയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള എന്താ പറയുന്നത് കോൺട്രിബ്യൂഷൻസും കസമീറോ നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേനും ഈ ഓപ്പോസിഷൻ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഇപ്പം കണ്ടിന്യൂസ് മാച്ചസിൽ നടക്കുക. കസമീറോ അവിടുന്ന് ആ മിഡ്ഫീൽഡിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ മിഡ്ഫീൽഡ് ഓപ്പൺ ആകുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഗോൾ 2 ഗോൾ അവർ സ്കോർ ചെയ്ത് നമ്മൾ പുറകിൽ നിന്ന് സെസ്കോ എന്ന് പറയുന്ന മഹാന് 1v1 ഗോൾ കീപ്പറുമായിട്ട് വരുന്നു. ഗോൾ സ്കോർ ചെയ്തില്ലെന്ന് മാത്രമല്ല, അവൻ പോയി ഇഞ്ചേർഡും കൂടെ ആകുന്നു. അപ്പോൾ ഇഞ്ചേർഡ് ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ എനിക്ക് റൂബൻ അമോറിമിനോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നി. കാരണം നമ്മുടെ 5 സബ്സ്റ്റിറ്റ്യൂഷൻസും നമ്മൾ നടത്തി കഴിഞ്ഞു. വേണ്ടാത്ത ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ഡോർഗുവിന് പകരം ഡിയേഗോ ഡലോ, അമോറിമിൻ്റെ കസിനെ, പുള്ളിക്ക് കളിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ, പുള്ളി കൊണ്ടുവന്നു. ഒരു ആവശ്യമില്ല. അങ്ങനെ ഈ ഗെയിം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല. ചുമ്മാ ഒരു സുഖം, കസിനല്ലേ കളിച്ചോട്ടെ, അവനൊരു കുറച്ച് നേരം കളിച്ചോട്ടെ. 5 സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി, സെസ്കോ ഇഞ്ചേർഡായി. നമ്മൾ 10 പേരുമായിട്ട് നമ്മൾ ഗെയിം ചേസ് ചെയ്യുക ലാസ്റ്റ് ആയപ്പോഴത്തേനും. ഈ ഗെയിമിൻ്റെ തുടക്കം തോന്നിയാൽ യുണൈറ്റഡ് ഒരിക്കലും ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുമെന്ന് നമ്മൾ സ്വപ്നം പോലും കാണത്തില്ല. പക്ഷേ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് അവിടുന്ന് തിരിച്ചു വരാൻ കാണിച്ച അവരുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കുറച്ച് നാൾ മുന്നത്തെ മാച്ചസ് അല്ലെങ്കിൽ കുറച്ച് നാൾ മുന്നത്തെ ഗെയിംസൊക്കെ നോക്കി, ഇങ്ങനത്തെ മാച്ചസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു. ആ സമയത്ത് യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് തിരിച്ചു വരാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഒന്നും കാണിക്കത്തില്ല.
നമ്മൾ വേണ്ടാതെ അവരെ നമ്മൾ എന്താ പറയുക നമ്മുടെ തന്നെ കുറ്റം കൊണ്ട് അവരെ ഗെയിമിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ ഒരു അവരെ ജയിക്കുന്ന ഒരു സ്ഥിതിയിലോട്ടൊക്കെ നമ്മൾ ആക്കി. എങ്കിലും നമ്മൾ തിരിച്ചു വന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ സമനില പിടിച്ചു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൻ്റെ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് ഇന്നത്തെ മാച്ചിൽ നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്ത് ഡ്രോ ആയ സമയത്തെക്കാളും എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ ഒരു സന്തോഷം വന്നത് ശരിക്കും റിച്ചാർലിസന്റെ മുഖം അത് കഴിഞ്ഞ് കാണിച്ചപ്പോഴാണ്. ശരിക്കും അവൻ ആ ഒരു രണ്ടാമത്തെ ഗോള് അവൻ സ്കോർ ചെയ്ത് അവൻ ആ ഒരു ഷർട്ടൊക്കെ ഊരി അവൻ്റെ ആ ഒരു കലാരൂപം അവൻ സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ കാണിച്ച് നമ്മളെ നാണം കെടുത്താൻ ശ്രമിച്ച അവൻ്റെ ആ ഒരു മുഖം, അവൻ്റെ ആ ഒരു ശരിക്കും അന്നേരം അവൻ ആ ഒരു ഷർട്ടൊക്കെ ഊരി അവൻ ആ ഒരു എന്നാ പറയുന്നത് അവൻ്റെ ആ ഒരു ആഹ്ലാദ പ്രകടനം കാണിച്ച സമയത്ത് അവൻ്റെ മോന്ത പിടിച്ച് വിത്തിക്ക് പിടിച്ച് ഉരയ്ക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് അവനെ കാണിച്ച ആ ഒരു മൊമെന്റ്, അവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവൻ്റെ അവസ്ഥ. ഇതിന് മുന്നേ ലിവർപൂളിനെതിരെ ഇങ്ങനത്തെ ഈ ഒരു കലാരൂപം അവൻ അവതരിപ്പിച്ചതാണ്. അന്നും അവൻ്റെ ഗതി ഇത് തന്നെയായിരുന്നു, തേഞ്ഞൊട്ടുക എന്നുള്ളതാണ് അവന് പറഞ്ഞിട്ടുള്ളത്. മാച്ച് കഴിഞ്ഞ് ഡിലീറ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോയി എന്ന് പുള്ളി പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ തളർന്നു പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. അതിന് പുറമെ നമ്മൾ 2 ഇഞ്ചുറി കൂടെ നമുക്ക് വന്നിട്ടുണ്ട്, സെസ്കോ അതുപോലെ തന്നെ മഗ്വയർ. അപ്പം സെക്കൻഡ് ഹാഫിൽ നമ്മൾ തളർന്ന യുണൈറ്റഡ് ആണ് കളിച്ചത്. വീക്കിലി ഒരു മത്സരം കളിക്കുന്നത് നമ്മൾ തളരേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ ജയിച്ച് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് കൂടെ ഒക്കെ കളിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ദുരന്തമായി മാറിയാണ്. ഇതിന് മുന്നേ മിക്കവാറും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും അമോറിമിൻ്റെ സാക്കും പരിപാടിയും ബൈ ടാറ്റ ബൈ എല്ലാ പരിപാടിയും കഴിഞ്ഞേനെ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ടീം ഇമ്പ്രൂവ് ആകണമെങ്കിൽ ആ ഒരു യൂറോപ്പ ലീഗിൻ്റെ ആ ഒരു തോൽവി അത് നമുക്ക് അനിവാര്യമായിരുന്നു. നമ്മുടെ സ്ക്വാഡിൻ്റെ ഡെപ്ത്, ഫസ്റ്റ് ടീം കഴിഞ്ഞിട്ട് നമ്മുടെ ബെഞ്ചിലോട്ട് നോക്കിയാൽ നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറയുന്നത്, ഈ സ്ക്വാഡിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ചുമ്മാ ഒരു രസത്തിന് ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെ പങ്കെടുക്കാൻ പറ്റുമോ? അടുത്ത ഈ ഒരു സീസൺ നമ്മൾ എങ്ങനെയും 5-ാമത്തെയോ 6-ാമത്തെയോ സ്ഥാനത്ത് യൂറോപ്പിൽ എങ്ങനെയും ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ റീബിൽഡ് അല്ലെങ്കിൽ നമ്മുടെ ബെഞ്ച് കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുള്ള ഫണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂറോപ്പിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയും ക്വാളിഫൈ ചെയ്യുക, 5th അല്ലെങ്കിൽ 6th സ്പോട്ട്. അതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതും നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലായിട്ട് നമ്മൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. 6 പോയിന്റ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടടുത്ത് നമ്മൾ 2 പോയിന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ മഗ്വയറിൻ്റെയും സെസ്കോയുടെയൊക്കെ ഇഞ്ചുറിയുടെ കനം അത് എന്തുമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും അറിയത്തില്ല. അപ്പം ഇൻ്റർനാഷണൽ ബ്രേക്ക് വരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇവരൊക്കെ റിക്കവർ ആകും, തിരിച്ചു വരും, എവർട്ടനെതിരെ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസ് ആയിട്ട് ഇടുക.